എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പൊ ആരോ ഡീമണെ അങ്ങനെ വെട്ടി താഴെ ഇടുകയാണ്. അവന്റെ രണ്ട് കൈകളും കാലുകളും ബോഡിയും കഴുത്തും എല്ലാം തന്നെ ഹീറോ അറഞ്ചം പുറഞ്ചം വെട്ടി ഓരോ ഭാഗത്തേക്ക് ഇടും. പക്ഷെ ഡീമൺ ആണെങ്കിൽ അപ്പോഴും അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഫുൾ കലിപ്പില് ഇപ്പൊ ടാൻജറോട് പറയും, എന്റെ ജീവൻ എനിക്ക് നഷ്ടമായാലും കുഴപ്പമില്ല, പക്ഷെ ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അതിന്റെ ബാക്കിയുള്ള ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് വീണ്ടും ആരോസിനെ അതിശക്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഹീറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ആരോസ് കണ്ട് ഷോക്കാവും. കാരണം ഇത്രയും സമയം വന്നതുപോലുള്ള ആരോസ് അല്ല ഇപ്പൊ വരുന്നത്. മുൻപത്തെ ഇതിലും 10 മടങ്ങ് പവറുള്ള വലിയ ജയന്റ് ആരോസ് ആണ് ഹീറോയ്ക്ക് നേരെ വരിക. അതാണെങ്കിൽ ഹീറോയെ അങ്ങനെ തൂക്കിയെടുത്ത് ഓരോ ഭാഗത്ത് കൊണ്ടുചെന്ന് ഞെട്ടിപ്പിക്കും. ഹീറോ ഞൊടിയിടയിൽ 6 വാട്ടർ ബ്രീത്തിങ്ങിലേക്ക് പോയി ഓരോ ആരോസിനായിട്ട് വെട്ടി തകർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒന്നിനു പിന്നാലെ മറ്റൊന്നായിട്ട് വീണ്ടും വീണ്ടും ആരോസ് വന്നുകൊണ്ടേയിരിക്കും. ഹീറോ സെക്കൻഡുകൾ കൊണ്ട് വീണ്ടും അവന്റെ വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്ത് അതിൽ നിന്നെല്ലാം തന്നെ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പരിധി കഴിയുമ്പോൾ ഹീറോയുടെ കൺട്രോൾ പോവും. പക്ഷെ എന്താ, അപ്പോഴേക്കും ആ ഒരു ടീമിന്റെ കാറ്റ് മുഴുവനായിട്ടും പോയി ആരോസ് അവിടുന്ന് ഇൻവിസിബിൾ ആവുകയാണ്. ഹീറോ അത്രയും മുകളിൽ നിന്ന് ഇപ്പൊ താഴേക്ക് അട്ടിച്ചു വീഴും. ഹീറോയുടെ പല്ലിന്റെ എണ്ണം കുറയും, എല്ലിന്റെ എണ്ണം കൂടും. മാത്രമല്ല നമ്മുടെ ചെക്കൻ ആദ്യമായിട്ടാണ് ഇത്രയും പവർ ഇത്രയും ചുരുങ്ങിയ സമയത്തിൽ ഇത്രയും വേഗത്തിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഇപ്പൊ ആരോഗ്യമില്ല. ഒട്ടും വയ്യാതെ അവനങ്ങനെ ക്ഷീണിച്ച് കിടക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ശ്വാസം വലിച്ചു വിടും. അവനെ കൊണ്ട് എഴുന്നേക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ ഒരുപാട് ശ്രമിക്കും. പക്ഷെ ഓരോ തവണ അവൻ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും അവന്റെ കൺട്രോൾ പോയി താഴേക്ക് വീഴുകയാണ്. അവൻ കഷ്ടപ്പെട്ട് ആ വാളെങ്കിലും അവന്റെ കയ്യിൽ ചുരുട്ടി പിടിക്കാൻ പറ്റുമോ ശ്രമിക്കും. അതിലും ഹീറോ ദയനീയമായിട്ട് പരാജയപ്പെടും. അവൻ ആ സ്ക്വാഡ് വാ കൊണ്ട് കടിച്ചു പിടിച്ച് ആ ഡീമൺ വില്ലത്തിയെ ലക്ഷ്യമാക്കി അങ്ങനെ നിരങ്ങി നീങ്ങും. കട്ട് ചെയ്ത ആ ഡീമൺ വില്ലത്തി അവളാണെങ്കിൽ ആ ഡീമൺ പയ്യനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബാളം. അവൾ ഇപ്പോഴും ആ ബോൾ ഉപയോഗിച്ച് തന്നെയാണ് അവനുമായിട്ടും ഫൈറ്റ് ചെയ്യുന്നത്. ഒരു ബോള് ഇപ്പൊ അവന് നേരെ അട്ടിച്ച് തെറിപ്പിക്കും. ആ ഡീമൺ പയ്യനാണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ആ ബോളിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അത് സിഗ്സാഗ് രൂപത്തിൽ കറങ്ങി തിരിഞ്ഞ് അവന് നേർക്ക് തന്നെ വരും. ആ ബോൾ ആണെങ്കിൽ അവനെ ഡിഫീറ്റ് ചെയ്യും. എന്നൊരു ഘട്ടം എത്തുമ്പോ ടെസുക്കോ അവളിപ്പോ അവിടേക്ക് ചാടി വീഴും. അവളുടെ അറ്റുപോയ കാലുകളൊക്കെ റീജനറേറ്റ് ആയി കഴിഞ്ഞു. അവളിപ്പോ ആ ബോള് ചവിട്ടി ആ വില്ലത്തി ഡീമണ് നേരെ തെറിപ്പിക്കുകയാണ്. വില്ലത്തി ഡീമണും വിട്ടുകൊടുക്കില്ല. അവൾ വീണ്ടും ആ ബോൾ ചവിട്ടി അവൾക്ക് നേരെ തെറിപ്പിക്കും. അങ്ങനെ രണ്ടുപേരും മണിക്കൂറുകളോളം ആ ബോള് ഇപ്പൊ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തെറിപ്പിക്കുകയാണ്. ഓരോ ചവിട്ടുമ്പോഴും അതിന്റെ ഫോഴ്സ് അവർ കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ലോങ് ഷോട്ടില് ആ ഡീമൺ ലേഡിയും അവളുടെ ബ്രദറും അവർ രണ്ടുപേരും അവരുടെ ഫൈറ്റ് കാണും. ആ ഡീമൺ ലേഡി പറയും, ടെസുക്കോയ്ക്ക് ഭയങ്കര പവറാണ്, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവൾ ഇതുവരെ ഹ്യൂമൻസിന്റെ ബ്ലഡ് കുടിച്ചിട്ടില്ല. കേവലം അവൾ ഉറങ്ങിയാണ് ഇത്രയൊക്കെ സ്ട്രെങ്ത് അവൾ അബ്സോർബ് ചെയ്തെടുത്തതും ഇത്ര നല്ല രീതിയിൽ അവൾ ഫൈറ്റ് ചെയ്യുന്നതും. ഇവൾ ഹ്യൂമൻ ബ്ലഡ് കൂടെ കുടിക്കുകയാണെങ്കിൽ ആരെ കൊണ്ടും ഇവളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇവളുടെ പവർ അത് അത്ര അധികമുണ്ട്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരുപാട് നേരത്തെ മാച്ചിനൊടുവിൽ ടെസുക്കോ ഇപ്പൊ വില്ലത്തിയെ തോൽപ്പിക്കുകയാണ്. ആ ഡീമൺ ലേഡി ആണെങ്കിൽ അവളുടെ ബ്ലഡ് ലൈൻ പവർ അതുപയോഗിച്ച് ഇപ്പൊ വില്ലത്തിയെ അങ്ങനെ ലോക്ക് ചെയ്യും. ആ ലേഡി ഡീമൺ ആണെങ്കിൽ അവളെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യും. അതിനുശേഷം അവളെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. മുസാൻ അവൻ നീ കരുതിയതുപോലല്ല, വളരെ ബാഡ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങളെല്ലാവരെയും അവൻ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റും. ഡീമൺ ലേഡിയുടെ കൺട്രോളിൽ പെട്ട ആ വില്ലത്തി ഡീമൺ അവളാണെങ്കിൽ ഒരു സെക്കൻഡ് അവളുടെ ബോസ് അല്ലെങ്കിൽ ഡീമൺ ഹെഡ് മൂസാനെ തള്ളി പറയും. അടുത്ത നിമിഷം അവളുടെ വായിലൂടെയും മൂക്കിലൂടെയും ഒക്കെ ചോര തുളുമ്പി വയറ്റിലൂടെ ഡീമൺ കൈയൊക്കെ പുറത്തേക്ക് വന്ന് അവളങ്ങനെ പൊട്ടിത്തെറിച്ച് മരിക്കുകയാണ്. ആക്ച്വലി ആരെങ്കിലും മൂസാന്റെ കേഴ്സ് പവറിൽ ഉണ്ടെങ്കിൽ അവർ മൂസാനെ തള്ളി പറഞ്ഞ ഓൺ ദ സ്പോട്ട് അവർ കൊല്ലപ്പെടും. അങ്ങനെയാണ് ഈ ഡീമണും ഇപ്പൊ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോഴും എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവില്ല. ഉടനെ ആ ലേഡി ഡീമൺ സംഭവിച്ചതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് അവന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവൾ ആ മരിച്ചുപോയ വില്ലത്തി ഡീമൺ അവളെ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവളുടെ കണ്ണില് നമ്പറില്ല. അവളാണെങ്കിൽ ഹീറോയോട് പറയും, ഈ ഡീമൺ ആ 12 കിസുകയിൽ പെടുന്ന ഒരു മെമ്പർ അല്ല. 12 കിസുകി മെമ്പേഴ്സിന് അവരുടെ കണ്ണുകളിൽ ഓരോ നമ്പർ ഉണ്ടാവും. ഇവളുടെ കണ്ണില് അത്തരത്തിലുള്ള നമ്പറൊന്നും ഇല്ല. പക്ഷെ എന്നിട്ടും അവളാണെങ്കിൽ ആ വില്ലത്തെ ഡീമന്റെ ബ്ലഡ് അത് കളക്ട് ചെയ്യുകയാണ്. അപ്പോഴായിരിക്കും ഹീറോ അവൻ ദൂരത്തായിട്ട് ആ വില്ലത്തിയുടെ ഒരു ബോൾ ശ്രദ്ധിക്കുക. ആ ബോളിൽ നിന്ന് ഇപ്പൊ ചില ശബ്ദങ്ങൾ ഹീറോ കേൾക്കും. വായു എന്റെ കൂടെ കളിക്കാം, എനിക്ക് കളിക്കാൻ ഒത്തിരി ആഗ്രഹമൊക്കെ ഉണ്ട് എന്നായിരിക്കും ആ ബോളിൽ നിന്ന് ഇപ്പൊ ഹീറോ കേൾക്കുക. അവനാണെങ്കിൽ ആ ബോളിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഹീറോയ്ക്ക് മനസ്സിലാവും അത് വെറും ഒരു ബോളല്ല, അതും ഒരു ഡീമണാണ്.
ഒരു കൊച്ചു കുഞ്ഞിന്റെ ഡീമൺ. മെച്യൂരിറ്റി ഇല്ലാത്തൊരു ഡീമൺ ആണെന്ന് മനസ്സിലാക്കി ഹീറോ ആണെങ്കിൽ അതിലേക്ക് തന്നെ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ സൂര്യൻ അത് പതിയെ പതിയെ ഉദിച്ചു വരികയാണ്. ആ വില്ലത്ത് ഡീമന്റെ ബാക്കി ഉണ്ടായിരുന്ന ബോഡി പാർട്സ് അതിപ്പോ സൂര്യന്റെ വെയിലടിച്ച് കത്തി അമരും. ഹീറോ ആണെങ്കിൽ ആ മൂസാനെ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച് ആ വീടിന്റെ അകത്തേക്ക് വരും. ആ വീടാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരുപാട് ഭാഗം തകർന്നിരിക്കുകയാണ്. അവൻ അങ്ങനെ നടന്ന് ആ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് വരും. അവിടെയാണ് ആ ലേഡി ഡീമണും അവളുടെ ബ്രദറും ഹീറോയുടെ സിസ്റ്ററും അവർ 3 പേരും ഉള്ളത്. ഹീറോയുടെ അനിയത്തിക്കാണെങ്കിൽ ഇപ്പോ ആ ലേഡി ഡീമനെ കാണുമ്പോൾ അവളുടെ അമ്മയെ പോലെ തോന്നും. അവൾ ഓടിപ്പോയി ആ ലേഡി ഡീമനെ ഹഗ് ചെയ്യും. അതിനുശേഷം ആ ലേഡി ഡീമന്റെ അനുജനെ അവന്റെ തലയിൽ തലോടുകയാണ്. അവനെ കാണുമ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ അവളുടെ ബ്രദറിന്റെ ഓർമ്മ അവളിലേക്ക് വരും. ഒരുപാട് കാലത്തിന് ശേഷം അവളുടെ ഉള്ളിലുണ്ടാക്കിയ സന്തോഷം കാണുമ്പോൾ ഹീറോയുടെ മനസ്സും അറിയാതെ നിറഞ്ഞു പോവാണ്. ഹീറോ ആണെങ്കിൽ ആ ലേഡി ഡീമനോട് പറയും, അവൾക്ക് നിങ്ങളെ കാണുമ്പോൾ അവളുടെ അമ്മയെ പോലെയും സഹോദരനെ പോലെയൊക്കെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത്. ഞാനും ഒരുപാട് കാലത്തിന് ശേഷമാണ് അവൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് കാണുന്നത്. ലേഡി ഡീമൻ ആണെങ്കിൽ വണ്ടടിക്കും. അതെങ്ങനെ, ഞങ്ങൾ രണ്ടുപേരും ഡീമൺസ് അല്ലേ? സോ ഞങ്ങളെ കണ്ട അവളുടെ അമ്മയെ പോലെ അവൾക്ക് ഫീൽ ചെയ്യോ? അതിനവൻ പറയും ചെയ്യും. അങ്ങനെ അവൾക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് അവൾ നിങ്ങളെ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യാൻ ആ വില്ലന്മാരുമായിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തത്. അത് കേട്ടാൽ ലേഡി ഡീമനും ഒരുപാട് സങ്കടാവും. അവളും ഇപ്പോ ടസുക്കോയെ കെട്ടിപ്പിടിക്കുകയാണ്. ഇവിടെ ആ ഡീമൺ പയ്യൻ അവൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ അവൻ ഒരുപാട് അസുഖമൊക്കെ ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. അവൻ അത്രയും നാൾ നോക്കിയത് അവന്റെ ചേച്ചി ആ ലേഡി ഡീമനാണ്. അടുത്ത നിമിഷം ആ ലേഡി ഡീമൺ അവനെ ബൈറ്റ് ചെയ്ത് അവനെയും ഒരു ഡീമനാക്കി മാറ്റും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പ്രസന്റില് ആ ഡീമൺ ലേഡി അവളാണെങ്കിൽ ഹീറോയോട് പറയും, നിനക്ക് വിരോധമില്ലെങ്കിൽ ടെസുക്കോയെ ഇവിടെ നിർത്താം. ഞാൻ 100% ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല എനിക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമെന്ന്. പക്ഷെ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷെ ടെസുക്കോ ആണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ കയ്യിൽ അമർത്തി പിടിക്കും. ഹീറോയ്ക്ക് മനസ്സിലാവും അവൾക്ക് അവന്റെ കൂടെ വരാനാണ് ഏറ്റവും ഇഷ്ടമെന്ന്. ടാഞ്ചറോ ആണെങ്കിൽ അവരോട് നന്ദി പറയും. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ വലിയ മനസ്സിന് ഒരുപാട് നന്ദി. എനിക്കൊരിക്കലും ഇവളെ വിട്ടുപിരിയാനായിട്ടാവില്ല. എനിക്ക് ആകെ ഉള്ളത് ഇവള് മാത്രമാണ്. സോ ഇവളെ ഞാൻ എൻ്റെ കൂടെ തന്നെ കൂട്ടും. നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ഇപ്പൊ അവരോട് യാത്ര പറഞ്ഞ് പോവാനായിട്ട് തുടങ്ങുകയാണ്. ഉടനെ ആ ഡീമൺ പയ്യൻ ഹീറോയോട് പറയും, നിന്റെ സഹോദരി അവൾ കാണാൻ ഒരല്പം സുന്ദരിയാണ്. അത് കേട്ട് ഹീറോ ചിരിച്ച് അവളുമായിട്ട് അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ആ കാക്കയാണെങ്കിൽ വീണ്ടും ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. നോർത്ത് ഈസ്റ്റ് എന്നത് വിളിച്ച് കൂവാണ്. ഹീറോയ്ക്ക് മനസ്സിലാവും അടുത്ത പണി അത് റെഡിയായി കഴിഞ്ഞുവെന്ന്. അപ്പൊ ദൂരത്തായിട്ട് ഒരു ചെമ്പമുടിയൻ പയ്യൻ അവനാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കാലിൽ വീണ് കരയാണ്. പ്ലീസ് ദയവ് ചെയ്ത് എന്നെ കല്യാണം കഴിക്ക്, എന്നെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അവളുടെ കാലിൽ വീണ് കെഞ്ചും. ഹീറോ ആ കാഴ്ച കണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.